എല്ലാവർക്കും മിസ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടെക്നോളജി വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു സ്വന്തം ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രൗസർ ആപ്ലിക്കേഷനാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേറെ ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണം. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഫുൾ വാച്ച് ചെയ്യുക, എന്നാൽ മാത്രമേ ചെയ്തതെന്നാൽ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലും ക്ലിക്ക് ചെയ്യുക. നേരെ വീഡിയോ പോകും. ആദ്യം ഞാനൊരു ബ്രൗസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ബ്രൗസർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ പേര് AD ബ്രൗസർ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൗസർ. അപ്പോൾ ആദ്യം നമ്മുടെ URL അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ google.com എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് അതിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് ലോഡാകും. അപ്പോൾ ഈ യൂട്യൂബിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. ഇനി ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം. ഇതെല്ലാം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതായത് ഇത് ലോഡാവുന്നതാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് ക്ലിക്ക് ചെയ്താൽ അതും അതിൽ വരുന്നത് കാണാം. അപ്പോൾ ഇനി നമുക്ക് ആപ്പ് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു സ്കെച്ച് വെയർ എന്ന ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ ഇതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്കെച്ച് വെയർ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. സ്കെച്ച് വെയർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് കിട്ടാം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച ആപ്പ് ഉണ്ട് അവിടെ. പിന്നെ പബ്ലിഷ് ടു ഗൂഗിൾ പ്ലേ സ്റ്റോറിനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലസ് പോലത്തെ സൈനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ മിസ്റ്റർ ബ്രൗസർ എന്നാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലോഗോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്കിനി കിട്ടുക. അപ്പോൾ ആദ്യം ഞാനിവിടെ ക്ലിക്ക് ചെയ്ത ലീനിയർ വെർട്ടിക്കൽ എന്നാണ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എഡിറ്റ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ അതിൽ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് എല്ലാം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലത്തെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അവിടെ എന്താ നമുക്ക് എഴുതി കാണിക്കുന്നത് വെച്ചാൽ ആ ഹിൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ അവിടെ കാണിക്കുന്നതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എൻ്റർ യുവർ URL എന്നാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച് എൻ്റർ URL എന്ന് അവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ ബട്ടൺ ഓപ്ഷൻ കാണാം. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് URLൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താ ബട്ടണിന് പേര് നൽകേണ്ടതെന്ന് വെച്ചാൽ നൽകുക. അപ്പോൾ ഞാനിവിടെ ഗോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എല്ലാ ബട്ടൺസിനും കളറൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അഥവാ കളർ കൊടുക്കിയ വീഡിയോ വളരെ ലോങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൊടുക്കാത്തത്. അപ്പോൾ ഈ ബാക്കിയെല്ലാം നിങ്ങളുടെ ഐഡി വെച്ച് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് വീണ്ടും ബട്ടൺ അവിടെ ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനു മുമ്പ് നമുക്ക് ഒരു ലീനിയർ വെർട്ടിക്കൽ അവിടെ വെക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് 4 ബട്ടൺസ് അവിടെ ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഫ്ലിപ്കാർട്ട്. അപ്പോൾ അതിനൊക്കെയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിലെടുത്തിട്ട് നമുക്കവിടെ നമ്മുടെ എന്താ പേര് കൊടുക്കേണ്ടത് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് യൂട്യൂബിൻ്റെ ഒരു ഷോർട്ട് ഫോം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് ഫുള്ള് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഷോർട്ട് ഫോം ആണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ IG എന്ന് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ FB എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെത് കൊടുക്കാം, FK എന്ന്. അപ്പോൾ നമ്മുടെ ബട്ടൺസിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. നമുക്കിവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അവിടെ ഒരു വെബ് വ്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് അവിടെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെതായ ഒരു ID കൊടുക്കുക. അതിൻ്റെ ID എന്ന ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് അതിൽ നമ്മുടെ ബട്ടൻ്റെ പേര് കൊടുക്കുക. ഇനി യൂട്യൂബ് എടുത്തിട്ട് അതിൻ്റെ ഐഡിൽ വൈറ്റ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത IG,
അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിനും പണി കഴിഞ്ഞാൽ നമുക്ക് ഈവൻ്റ് എന്നൊരു ഓപ്ഷൻ മുകളിൽ കാണാം. എന്നിട്ട് അതിൽ വ്യൂവിൽ പോവുക, എന്നിട്ട് ഗോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ വേറെ ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വ്യൂ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് വെബ് വ്യൂ ലോഡ് URL എന്നൊരു ഓപ്ഷൻ കാണാം. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓപ്പറേറ്റർ എന്ന ഓപ്ഷൻ അതിൽ കാണാം. എന്നിട്ട് അതിൽ നമുക്ക് ജോയിന്റ് ആൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും അതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് ലോഡ് URLന്റെ ഉള്ളിൽ ആ ജോയിന്റ് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി വീണ്ടും വ്യൂ എടുത്തിട്ട് അതിൽ ടെക്സ്റ്റ് വ്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതാണ് ഓപ്ഷൻ, ടെക്സ്റ്റ് വ്യൂ ഗെറ്റ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. എന്നിട്ട് അത് ആ ആൻഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ടെക്സ്റ്റ് വ്യൂ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ജോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ട്രിംഗ് വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്കവിടെ HTTP എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ഡോട്ട് പിന്നെ 2 സ്ലാഷും വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ വെബ് വ്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് വെബ് വ്യൂ 1 ആക്കി കൊടുക്കുക. അപ്പോൾ ഗോൻ്റെ പണി കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബും ചെയ്യാം. അപ്പോൾ യൂട്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് ആ വെബ് വ്യൂ എന്ന ഓപ്ഷൻ ലോഡ് URL നമ്മുടെ www.youtube.com എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് വെബ് വ്യൂ പോയിട്ട് വെബ് വ്യൂ 1 ആക്കുക. അതുപോലെ തന്നെ എല്ലാത്തിനും വെബ് വ്യൂ നമ്മൾ 1 ആക്കി കൊടുക്കണം. ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈറ്റ് നമുക്ക് അതിൽ കൊടുക്കാം, www.instagram.com. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ലാസ്റ്റിലേക്ക് ഫ്ലിപ്കാർട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതും വെബ് വ്യൂ 1 ആയി കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മൾ അതെടുത്ത് വെച്ചിട്ട് നമുക്ക് വേറെ സാധനം അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് മറന്നുപോയതാണ്. അത് HTTP ആ ഡോട്ടും പിന്നെ 2 സ്ലാഷും അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാത്തിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് എനിക്ക് ആദ്യം മറന്നുപോയതാണ് അത് ടൈപ്പ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് താഴെ റൺ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഇത് വരും. അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ URL അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം google.com എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഗൂഗിളിൻ്റെ വന്നിട്ടുണ്ട്. ഇനി യൂട്യൂബ് ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് വരും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിനെ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇവിടെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വീഡിയോ